സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഓൺലൈനിൽ കൂടെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു സബ്ജക്റ്റാണ്, എന്തായിരുന്നു? കാറ്റിനെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിച്ചത്. നമ്മളതിൻ്റെ ഒരു ടോപ്പിക്ക് മാത്രമാണ് എടുത്തത്, ജീവൻ നൽകുന്ന കാറ്റും പിന്നെ അതിനോടൊപ്പം തന്നെ ഓർക്കുന്ന ഒരു കാറ്റുമാണ്. ഇനി എല്ലാവരും ഇനി കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം ദൂതുകൾ പുറത്തു വരും. ഹലോ, ഞാനിവിടെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചായിരിക്കും കർത്താവ് ഡെലിവറൻസ് ചെയ്യുന്നത്. അമേൻ, അമേൻ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കരയുവാണെങ്കിൽ ആദ്യം എന്താ ചെയ്യും? അടി കൊടുക്കുമോ? ഇല്ല, നമ്മൾ ആദ്യമേ കുഞ്ഞിൻ്റെ വിശപ്പിനെ ആദ്യമേ അടക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ വിശപ്പോടിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി കർത്താവ് വലിയത് ചെയ്യും. ആമേൻ. വായിക്കാം. ഇന്ന് നമ്മൾ വൈകിട്ട് ചിന്തിക്കാൻ പോകുന്നത് വഴി ഒരുക്കുന്ന കാറ്റിനെ കുറിച്ചാണ്. ആമേൻ. രാവിലെ നമ്മൾ പറഞ്ഞത് ജീവിപ്പിക്കുന്ന കാറ്റ് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തുടങ്ങി, അല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ അങ്ങോട്ട് വന്ന് എഹെസ്കേലിനകത്താണ് അത് നിർത്തിയത്. പിന്നെ അത് ഓർമ്മപ്പെടുത്തുന്ന കാറ്റായി മാറി. ഓർമ്മപ്പെടുത്തുന്ന കാറ്റ് നോഹയ്ക്കും കുടുംബത്തിനും വേണ്ടി കർത്താവ് അടിച്ചു. ഇന്ന് രാത്രി കേൾക്കാൻ പോകുന്നത് വഴി തുറക്കുന്ന ഒരു കാറ്റ്. എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്? ഇതൊരു ഭൗതിക വഴിയേക്കാളും അപ്പുറമായി ആത്മമണ്ഡലത്തിലേക്ക് കയറാൻ ചിലതിനെ പരിശുദ്ധാത്മാവ് അയക്കുന്ന ഒരു കാറ്റായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സേഫോന് സമീപത്തുള്ള പീഹ ഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. മതി മതി മതി. ഇതിനെക്കുറിച്ചൊക്കെ ചരിത്രങ്ങളും എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്, അല്ലേ? ബേഥേൽ കേട്ടിട്ടില്ലേ? അയ്യോ, ആശ്രങ്ങളെ ആരും ഇല്ല കേട്ടോ. ബേഥേൽ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തരുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു, ബെൽസെനോഫിന് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം അന്ധകാര പ്രഭു എന്നുള്ളതാണ്. ഈ സ്ഥലത്തെത്തിയപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ കൂടാരം അവിടെ അടിക്കണം. എന്തിനാണ് ദൈവം അവിടെ കൂടാരം അടിക്കണമെന്ന് പറഞ്ഞത്? ദൈവം 430 സംവത്സരം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവരുന്ന രംഗമാണ് നമ്മളിത് കാണുന്നത്. ആമേൻ. ഹലോ, 430 സംവത്സരം തികയുന്നതിൻ്റെ അന്നാണ് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിനകത്ത് അത് വാക്യം കിടപ്പുണ്ട്. 430 തികയുന്ന ആ ദിവസം തന്നെ ഇസ്രായേൽ മക്കളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഈ 430 വർഷത്തെ ചരിത്രവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഈ അന്ധകാര പ്രഭു ഇരിക്കുന്ന ഈ സ്ഥലമെത്തിയപ്പോൾ ഫറവോന്റെ അകത്തേക്ക് ദൈവം തന്നെ ഒരു ചിന്ത കൊണ്ടുവരികയാണ്. എന്തെന്നറിയാമോ? ഞാൻ എന്തിനവരെ വിട്ടു എന്നുള്ളത്. ഹലോ, വേറെ ആരുമല്ല ചിന്ത കൊണ്ടുവന്നത്, ദൈവം തന്നെയാണ്. ഹലോ, നിങ്ങളുണ്ടോ? കൂടുണ്ടോ? ദൈവം തന്നെ ആ ചിന്ത കൊണ്ടിടുകയാണ്. ആ ചിന്തയ്ക്കകത്തൂടെ ദൈവം എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവം ആരാണെന്ന് മിസ്രൈമ്യർ അറിയണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ ഒന്നും കൂടെ ഒന്ന് വെളിപ്പെടുത്തേണ്ടതിനും ദൈവം ചെയ്ത ഒരു കഠിന ഹൃദയമാക്കിയതാണ് ഫറവോന്റെ ഈ 14-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ. എന്നാൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും,
അവൻ്റെ എന്തിനാണ് 5-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, അവർ എന്തിന് ഞാൻ ചെയ്തു, അവർ ഓടിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നാം എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് 6-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ രഥം കെട്ടി അടുത്തത് പടജനത്തെയും വിശേഷപ്പെട്ട 600, എന്നോടൊപ്പം ഒന്ന് വായിക്കാൻ പറ്റുമോ? 600 ജനവും. മൈക്കിൽ കൂടെ ദൈവദാസനൊന്ന് വായിക്കാൻ കഴിയുമോ? പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ. മതി ഒരു എന്റെ കൂടെ നിൽക്കണേ. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല, ഉറക്കെ പറഞ്ഞേ, സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന ഓഫീസേഴ്സിനെയും ഫറവോൻ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫറവോന്റെ ഈ വിളിക്കകത്ത് ഇനി മിസ്രൈമിനകത്ത് ഒരു രഥവും ബാക്കിയില്ല. ഹലോ, നിങ്ങൾ കൂടെ ഉണ്ടോ? 600 രഥവും വിശേഷപ്പെട്ട സകല രഥങ്ങളെയും സകല ഓഫീസേഴ്സിനെയും വിളിക്കുകയാണ്? ഫറവോൻ വിളിക്കുക, ബാ നമുക്ക് ഒരുമിച്ച് ചെന്ന് നമുക്ക് അവരെ കീഴ്പ്പെടുത്താം. ഹലോ, ആരെയായി കീഴ്പ്പെടുത്താൻ പോകുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ, പ്രാർത്ഥിക്കുന്നവരെ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പിടിക്കാൻ വേണ്ടി ശത്രു പുറകെ ചിന്തകളുമായി വരികയാണ്. നോക്കിയേ, അവിടെ അവരെ ഭയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, സകല രഥവും കൂടെ പോകുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്ത് ഇനി ഒരു ആർമി സൈന്യമില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. ഇനി അവിടെ ഒരു ഓഫീസർ ഇല്ല, അവനെ മൊത്തം പൊക്കി. ഓ ജീസസ്, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് നീ കാണും. ഇത് വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു പേടി. ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് വിരുദ്ധമായി അങ്ങ് തിരിഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടോ, ഞങ്ങൾക്ക് ഇതിവിടെ ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ അടുത്ത വാക്ക് മുതലാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ഇതിന് ആമേൻ പറയേണ്ടവർക്ക് ആമേൻ പറയാം, എഴുന്നേറ്റ് നിന്ന് ആമേൻ പറയേണ്ടവർക്ക് പറയാം, കൈ അടിക്കേണ്ടവർക്ക് കൈ അടിക്കാം. ഞാൻ ഒന്നും പറയത്തില്ല, ഓൺലൈനിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്. പക്ഷേ അടുത്ത വാക്ക് മോശ പറയാണ്, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു എന്ന് വാക്യം എഴുതുമ്പോ 13-ാമത്തെ വാക്യത്തിൽ മോശ ചോദിക്കുകയാണ്, ഭയപ്പെടേണ്ട. അടുത്ത വാക്ക് ഉറച്ചു നിൽപ്പീൻ. അടുത്ത വാക്ക് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു മിനിറ്റ്, ഞാൻ മോശയപ്പച്ചനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് മോശ ഇത് പറയുന്നത്? കാരണം മുമ്പിൽ ചെങ്കടല, പുറയിലാരാ? ഫറവോനും സൈന്യം വരുന്നതിന് മുമ്പ് ആരടിച്ചു ഒതുക്കും അറിയോ? ഇസ്രായേൽ മക്കൾ തന്നെ മോശ ഇല്ലാതാക്കും. ഇങ്ങനെ നിൽക്കുക എറിയാൻ വേണ്ടി. ഓ സ്തോത്രം. അപ്പൊ മോശ അവിടെ നിന്നോട്ട് പറയാ, മോശപ്പച്ചൻ പറയുകയാണ്, എന്താ പറഞ്ഞതെന്നറിയോ? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. അടുത്ത വാക്ക് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. മോശേ അപ്പച്ച, ഇതെങ്ങനെയാ നടക്കുന്നേ? ഇതെങ്ങനെ നടക്കും? ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? മോശ പറയും, മോനെ, ആദ്യത്തെ 80 വർഷവും ഒരു ഉപയോഗവുമില്ലാതെ ഇരുന്ന എന്നെ തിരിക്കാൻ വേണ്ടി ദൈവം സിംഹാസനം വിട്ട് ഭൂമിയിലേക്ക് വന്ന്
ഒരു മുൾപടർപ്പ് കത്തിച്ച് എന്നെ തിരിക്കാൻ പറ്റുമെങ്കിൽ ഈ വഴിക്ക് ഇവിടെയും ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാവടാ. പ്രായമുള്ളവരോട് ഞാൻ പറയാം, 80ാമത്തെ വർഷത്തിലും നിന്നെ കർത്താവിന് ഉപയോഗിക്കണമെങ്കിൽ, പിതാവേ മാതാവേ ഉപയോഗിക്കണമെങ്കിൽ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. ഏജ് ഒന്നും ദൈവത്തിന് മുമ്പിൽ പ്രശ്നമല്ലെന്ന്. ഓ ജീസസ്, ആമേൻ ആമേൻ. ഓക്കെ, മോശ പറയാ, രക്ഷ കണ്ടുകൊള്ളുവിൻ. അടുത്ത വാക്ക്, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ കാണുകയില്ല. അയ്യോ, ഞാൻ മോശയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത്. എന്തടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്? യുദ്ധത്തിന് പറ്റിയ ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അടുത്ത വാക്ക് 15 യഹോവ ആ വാക്യം വായിച്ചേ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? മിണ്ടാതിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പലപ്പോഴും മിണ്ടുന്നത് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാത്തത്. പക്ഷെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ദൈവം എഴുന്നേക്കും, ദൈവം മിണ്ടാൻ തുടങ്ങും. ദൈവം മിണ്ടുക എന്ന് പറയുന്നതും യുദ്ധം ചെയ്യുന്നത് തുല്യമാണ്. ഹലോ, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ കർത്താവ് യുദ്ധം ചെയ്യും. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം യുദ്ധം ചെയ്യും. ഇവിടെ മോശ ഒരു ഡിക്ലറേഷനാണ് ചെയ്തേ, വിശ്വാസത്തോടുള്ള പ്രഖ്യാപനമാണ്. ഞാൻ ആത്മാവിൽ, നമ്മൾ രാവിലെ പറഞ്ഞൊരു വാക്കാണ്, അസ്ഥിത്താഴ്വരയിൽ നിന്നുകൊണ്ട് എഹെസ്കേൽ എന്താ ചെയ്തേ? ഡിക്ലറേഷനാ. ഈ തലമുറയ്ക്കകത്ത് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ എന്ത് പറയുന്നോ അതനുസരിച്ച് സ്വർഗം അതിനെ ഒപ്പുവെക്കും. ബഥേൽ ഇന്ന് പറയുക, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ സ്വർഗം പറയും, ഞാൻ അത് സീൽ ചെയ്തു. പിന്നെ നിങ്ങൾ മിണ്ടരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കാണും. ഓ, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് ബൈ ഫെയ്ത്തിൽ ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആർമി എഴുന്നേറ്റു. ഹലോ, പ്രാർത്ഥിക്കുന്നവരുടെ ഒറ്റ വാക്കിനകത്ത് സ്വർഗം എഴുന്നേക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നവരുണ്ടോ? നിങ്ങളുടെ ഒറ്റ വാക്കിനകത്ത് ദൈവം എഴുന്നേക്കും. അടുത്ത കാര്യം, ദൈവം തന്നെ യുദ്ധം ചെയ്യും. പക്ഷെ നിങ്ങൾ ചിലത് പറയാനുള്ള മനസ്സ് കാണിക്കണം. മോശയപ്പച്ചൻ എന്താ ചെയ്തേ? ഡിക്ലെയർ ചെയ്തു. എന്താ പറഞ്ഞേ? ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നമുക്ക് വരാൻ പോകുന്ന വലിയ രക്ഷയെ ഉറച്ചു നിൽക്കുക, ഭയപ്പെടേണ്ട. ഇത്രയും വാക്കിനകത്ത് സ്വർഗം പറഞ്ഞു, ഞാൻ ഇതിനെ ഒപ്പുവെച്ചു. അടുത്ത വാക്ക് മോശയോട് പറയാണ്, നീ എന്നോട് നിലവിളിക്കണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി എടുത്തൊന്ന് നീട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ മോശ ഡിക്ലറേഷൻ ചെയ്തു. അടുത്ത കാര്യം, മോശ ഫെയ്ത്തിൽ ആക്ഷൻ ചെയ്തു. ഓ, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ വാ തുറന്ന് പറയുകയും അതോടൊപ്പം തന്നെ ബൈ ഫെയ്ത്തിൽ നമ്മൾ കാൽച്ചുവട് വെക്കണം. മോശ കാൽച്ചുവട് വെക്കുമ്പം സ്വർഗം 10 ചുവട് നിന്നോട് അടുക്കും. ഞാനൊരു വാക്ക്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിന്നുകൊണ്ട് പറയാം. നമ്മൾ ഒരു സ്റ്റെപ്പ് വിശ്വാസത്തോടെ വെക്കുമ്പോൾ സ്വർഗം അവിടുന്ന് 10 സ്റ്റെപ്പ് നിനക്ക് വേണ്ടി വെക്കും. ഇതെൻ്റെ ടെസ്റ്റിമണിയാ. നീ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് അവിടുന്ന് 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും. നീ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ 10 സ്റ്റെപ്പ് വെക്കും.
ആ ആ ആ ആ നാളെ അല്ല, ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഈ സെക്കൻഡിൽ പറഞ്ഞു പോയത്, എന്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയത് കർത്താവെ ക്ഷമിക്കണേ, ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുക, എന്റെ വായ്ത്തത്തൽ ചലിക്കട്ടെ. ഇത് നീട്ടിയ ഉടനെ എന്താ സംഭവിച്ചെന്നറിയാം? 19ാമത്തെ വാക്യം വായിക്കണം. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ഇത്രയും നേരം ഇസ്രായേലിന്റെ മുമ്പിൽ ആരുണ്ടായിരുന്നു? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ ഒന്നും കൂടെ. ദൈവത്തിന്റെ ദൂതൻ മുമ്പിലുണ്ടായിരുന്നു അല്ലേ? ഈ മോശ കൈ നീട്ടിയപ്പോ എന്താ സംഭവിച്ചേ? പറ, ബാക്കിയാ പറയുന്നേ. അവിടെ നിന്ന് നീങ്ങി എങ്ങോട്ട് പോയെന്നറിയോ? പുറകിലേക്ക് പോയി. ഹലോ, എന്തിനാ പുറകിലോട്ട് പോയേ? മിസ്രയീം സൈന്യം ഇവരെ അടിക്കാതെ വണ്ണം. ഹലോ, നിന്നെ തീർത്ത് കളയും, നിന്നെ ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന ഈ ശബ്ദത്തെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പുറകെ നിൽക്കുക. മുമ്പിൽ എന്ത് നടക്കുന്നതെന്നറിയാമോ? വലിയൊരു കാറ്റടിക്കുക. ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. വായിക്കാൻ പറ്റുമോ? അതിന്റെ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഫെയ്ത്തിന് റിസൾട്ട് ഉണ്ടോ? വാക്യത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞേ, ഉണ്ടോ? മോശ എന്താ ചെയ്തേ? വാ കൊണ്ട് എന്താ പറഞ്ഞേ? രക്ഷയെ കണ്ടുകൊള്ളുക, ഉറച്ചു നിൽക്കുക, ഭയപ്പെടേണ്ട, ദൈവം നമുക്ക് വേണ്ടി ഇന്ന് യുദ്ധം ചെയ്യും. മോശ അടുത്ത സെക്കൻഡിൽ വടിയെടുത്തു. മോനെ, എനിക്കൊരു ട്രംപിന്റെ കമ്പ് തരുമോ? വടിയെടുത്തു, നീട്ടിയ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ഓർഡർ ദൂതന്മാർക്ക് കിട്ടുകയാണ്. എന്താണെന്നറിയാമോ? ഇത്ര നേരം മുമ്പിൽ നിന്നത് മതി, ഇനിയിപ്പോൾ അത് പുറകിലോട്ട് പോയേ. കാരണം എനിക്കൊരു കാറ്റിനെ അടിക്കണം, അത് മഹാശക്തിയുള്ളതാണ്. താങ്ക് യു. വടി നീട്ടിയ ഉടനെ സ്വർഗത്തിൽ നിന്നും ഒരു ഓർഡർ ദൂതന്മാർക്ക് കിട്ടുക. ഇത്ര നേരം മുമ്പിൽ നിന്നത് മതി, ഇനി നിങ്ങൾ മുമ്പിൽ നിൽക്കണ്ട, പുറകെ പോയേ. ഇനി എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം എൻ്റെ മക്കൾക്ക് വേണ്ടി റിലീസ് ചെയ്യണം. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്ന് പകൽ വായിച്ചപ്പം മനസ്സിലായവർക്കായി സ്തോത്രം. എൻ്റെ സ്റ്റോർ ഹൗസിൽ നിന്ന് എനിക്ക് ഒരു കാര്യത്തെ ഒന്ന് അൺലോക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ഇവിടെ നിന്നാൽ പറ്റത്തില്ല, നിങ്ങൾ പുറകിലോട്ട് പോകണം. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു കാറ്റിനെ അയക്കാൻ പോവുക. ആ കാറ്റിൻ്റെ പ്രത്യേകത അത് മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റിനെ അടിക്കുമ്പോ എന്താ ഉണ്ടായെന്ന് അറിയോ? അടിക്കുമ്പോ വെള്ളം തമ്മിൽ മാറിപ്പോയി. ഇത് നമുക്ക് എപ്പോഴും അറിയുന്നൊരു വാക്ക്. ഇതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ ഒന്ന് കൊണ്ടുവന്നേ. ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ഹൈവേ ഏതാണ്? ഇവിടുത്തെ ഹൈവേ, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാം. ഈ ഹൈദരാബാദ് റോഡ് എത്ര വഴിയുണ്ട്? 6 വരിയാണോ? 6 ലൈൻ. മോശയുടെ കൂടെ ഇപ്പൊ എത്ര ജനമുണ്ട്? 6 ലക്ഷം പുരുഷന്മാർ മാത്രം ഉണ്ട് അല്ലേ? അല്ലയോ? ആ, ഇത്രയും പേർക്ക് പോകണമെങ്കിൽ ഈ ചെറിയ വാതിൽ മതിയാവോ? വാതിർന്ന് പറ. നിങ്ങളും കൂടെ നിൽക്കണം എൻ്റെ കൂടെ. പോരാ, അതിന് തക്കവണ്ണമായിട്ടുള്ള വീതി കൂടണം. ദൈവം ഒരു വാതിൽ തുറന്നാൽ ചെറുതല്ല, ദൈവം തുറന്ന വിശാലം.
മനുഷ്യൻ തുറന്നാൽ ശകലമായിരിക്കും, ദൈവം തുറന്നാൽ നിനക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനകത്ത് എന്നോട് വ്യക്തമായി ദൈവശബ്ദം കേൾക്കുന്നു. ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട്, സിഡ്നിയിൽ ഇരുന്നു കൊണ്ട് ഈ ദൂതിന് ആമേ പറയുന്ന ഒരു കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ പറയാൻ എന്നോട് കർത്താവ് നിർബന്ധിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡോർ തുറക്കുന്നു. അപ്പം ബദലുകാർ ചോദിക്കും, ഞങ്ങൾക്കില്ലയോ? നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കും. ഒന്നും കൂടെ പറഞ്ഞ, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാത്ത ചില ഡോറുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് തുറക്കുകയാണ്. ഐ റിസീവ്. ഒരച്ഛന്റെയും റെക്കമെൻഡേഷൻ നിനക്ക് വേണ്ട, ഒരാളുടെ റെക്കമെൻഡേഷൻ വേണ്ട. സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ ട്രഷർ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. തുറന്നത് ചുമ്മാതുള്ള ഡോറല്ല. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട് അതിനകത്ത്. അത് ഏറ്റവും ഉണങ്ങി നിലത്തെ, ഓ ദേവദാസനെ ഒന്ന് സ്ക്രീനിലിടണേ. കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി നടന്നുപോയി. പാസ്റ്റങ്ങളെ, എന്നെ ഭയങ്കരമായി തൊട്ട വാക്കാത്. ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ കർത്താവേ ഈ ഉണങ്ങിയ നിലത്തൂടെ ഇവരെ നടത്തിയേ? നിങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണോ? നമ്മുടെ ഇന്ത്യയിൽ പാരഗൺ എന്ന് പറയുന്നൊരു ചെരുപ്പുണ്ടായിരുന്നു. ഓർമ്മയുള്ള, യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടോ? സ്ലിപ്പറാ. പാരഗണി ജോലി ചെയ്യുന്ന ആളാണോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പാരഗണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ക്ഷമിക്കണേ, ഇത് ചെളിക്കകത്തോടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ എന്തോ പറ്റുമെന്നറിയോ? ചെളി പറ്റി പിടിച്ചിരിക്കും. ഇപ്പം ഈ ചെളി പിടിച്ചിരിക്കുമ്പോൾ എന്തോ ചെയ്യുമെന്നറിയോ? ഒന്ന് സ്ലോ ആവും. പക്ഷെ ദൈവം പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ യാത്രയുടെ ആക്സിലറേഷനെ കുറയ്ക്കാൻ ഞാൻ ഇടവരുത്തത്തില്ല. ഇതിനകത്ത് അഭിഷക്തന്മാരുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. എന്ന് പറഞ്ഞ, എടാ മോനെ, ചെളി ഇത്രയും പേര് നടന്നു പോകുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? നിങ്ങളാരും ടൈൽസിൽ കൂടെ നടക്കുന്നവരാന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ മഴ പെയ്താലേ ഒരു 10 പേര് നടന്നു കഴിയുമ്പോൾ എന്തോ അവിടെ ചള്ളയാവും. ഈ ചള്ള എന്തോ ആവും? നമ്മുടെ കാലയെ പറ്റും. ഈ പറ്റുമ്പോൾ എന്തോ പറ്റുന്നതെന്നറിയോ? ഇത്രയും സ്പീഡിന് നടന്ന ആള് പിന്നെ ഇങ്ങനെ നടക്കത്തുള്ളൂ. ഹലോ, ഈ സ്പീഡിനെ പോലും കർത്താവിന് അറിയാം. ഈ സ്പീഡിനെ പോലും കുറയ്ക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതുപോലെ കൈമാറുക. ഉണങ്ങിയ നിലത്തൂടെ അവരെ നടത്തിയത് എന്തിനാണെന്നറിയാമോ? ശത്രുവിന്റെ മുമ്പിൽ നീ തോക്കാതെ വേണോ, നീ അടിയറ പറയാതെ വേണോ, നീ പട്ടുപോകാതെ വേണോ. ഇതേ സമയത്ത് ദൂതന്മാരുടെ റോൾ വേറെയാ. എന്താണെന്നറിയോ? ഇവിടെ വെളിച്ചവും അവിടെ ഇരുട്ടും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിൽ എന്താ ഇരുട്ടാ, അമേരിക്കയിൽ ഇപ്പൊ എന്താണെന്നറിയോ? വെളിച്ചമാ. ഇപ്പൊ അവിടെ രാവിലെ 11 മണിയാവുന്നു. രാവിലെ 11 മണിയാവുന്നു. ഇതേ അന്തരീക്ഷമാ. എവിടാന്നറിയോ? ഇത്രയും ഡിസ്റ്റൻസിനകത്ത്. ഹലോ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ നീ മനസ്സിലാക്കണം. ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ, ഈ എവിടെയൊക്കെ അന്ധകാരം ഉണ്ടെങ്കിലും നിനക്ക് വെളിച്ചമായിരിക്കും. എവിടെയൊക്കെ പ്രതിസന്ധിയാണെങ്കിലും,
പ്രാർത്ഥിക്കുന്ന നിനക്ക്, ഉപവസിക്കുന്ന നിനക്ക്, ഉപവസിക്കുന്ന ബദലിനോട് ഞാൻ ദൂത് കൈമാറുക, നിന്നെ ഇരുട്ട് മൂടത്തില്ല. ഇവർക്ക് രാത്രിയും ഇവർ ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചവും. എന്നെ ദൈവത്തിൻ്റെ പ്ലാനിങ് എന്താണെന്ന്. രാത്രി മുഴുവനും കാറ്റടിപ്പിച്ചു. ഇപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അവർക്ക് രാത്രി ഇവിടെ രാവിലെയായി. ഇപ്പം ഇതെങ്ങനെ കർത്താവ് മനസ്സിലാക്കിയേ? എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് ചോദിച്ചതാണേ, വേറെ ആരും പറയല്ലേ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവിന് എങ്ങനെ മനസ്സിലായി ഇതിവിടെ രാത്രിയായി, ഇവിടെ പകലായി? കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഉണങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രാത്രിയായെന്ന്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. രാത്രി മുഴുവനും എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? കാറ്റടിപ്പിച്ചു. അപ്പൊ ഈ മേഘം ഒന്ന് മാറണ്ടേ. കാരണം ശത്രു സൈന്യം ഒന്ന് മൂവ് ചെയ്യണം. ഇവർക്ക് ഇപ്പോഴും പകലാ. ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക്, അല്ലയോ? ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോഴും പകലാ. നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആ വാക്യം? ഒന്ന് വായിച്ച 19-ാമത്തെ വാക്യം. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. 20-ാമത്തെ വാക്യം. രാത്രി മുഴുവനും മിസ്രൈമിയുടെ സൈന്യവും മിസ്രൈമിയുടെ സൈന്യം ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇവർക്ക് രാത്രി എന്തായി? മനസ്സിലായോ? രാത്രി ഇവർക്ക് ഇസ്രായേൽ മക്കൾക്ക് എന്തുവാ? ഇപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവിന് എങ്ങനെ മനസ്സിലായി ഇത് രാത്രിയായെന്ന്? പ്രഭാതമായെന്ന് എങ്ങനെ മനസ്സിലായേ? കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് ഉണങ്ങിയപ്പം, ഈ തറ ഉണങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇത് പകലായെന്ന്. ഓ, ദൈവം നിന്നെക്കുറിച്ച് കരുതുന്നതേ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതുപോലെ. ഒന്നും കൂടെ പറഞ്ഞാൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വാക്യം കിടപ്പുണ്ട്. എന്തെന്നറിയോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അടുത്ത വാക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ മിസ്രൈം സൈന്യത്തിന് ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നറിയാവോ? ഓ ജീസസ്. ഇനി ഇവര് പകലായി, ഇവര് അക്കരയ്ക്ക് കിടക്കുക. ഇവര് എതുവഴിയാ പോകുന്നേ? 2 സൈഡിലും വെള്ളം. മഹാശക്തിയുള്ള ദൈവത്തിന്റെ ട്രഷറിൽ നിന്ന് അടിച്ച കാറ്റ്, ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് അടിച്ച കാറ്റ്, അത് നിമിത്തമുണ്ടായ റോഡിൽ കൂടെ ഇന്ന് വരെ ഇവർ കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ, ഇന്ന് വരെ ഇവർ ചിന്തിക്കാത്ത വഴിയിലൂടെ. ഓ, മനുഷ്യൻ നോക്കുമ്പോൾ ചെങ്കടല, ദൈവം നോക്കുമ്പോൾ അതിനകത്ത് വഴിയാ. നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നറിയാവോ? അത് ചെങ്കടല. പക്ഷെ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് വഴിയാ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് കൂടെ പറയാം. നീ നോക്കുമ്പോൾ അത് പ്രതിസന്ധിയാ, പക്ഷെ ദൈവം നോക്കുമ്പോൾ അതൊരു സൊല്യൂഷനാ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ നിങ്ങൾക്കൊരു സൊല്യൂഷനുമായി കർത്താവ് അടിക്കുന്ന കാറ്റ ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നേ. ഇവരിറങ്ങി വെള്ളത്തിനൊക്കെ കൂടെ നടന്നു പോകുമ്പോൾ, ഞാനിപ്പം താമസിക്കുന്ന ദുബായില് എന്തുണ്ടെന്നറിയോ? അക്വേറിയം ഉണ്ട്. അക്വേറിയം ഇതിൻ്റെ പ്രത്യേകത, മേളിൽ കൂടെയും താഴെ കൂടെ എല്ലാം മീൻ പോകുന്നതൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഫസ്റ്റ് അക്വേറിയം നിർമ്മിച്ചത് ആർക്ക് വേണ്ടിയെന്നറിയോ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇവർ അക്കരയ്ക്ക് പോകുമ്പോൾ അടുത്തൂടെ ആരാ പോകുന്നതെന്നറിയോ? മീനുകൾ പൊക്കോണ്ടിരിക്കുക. ഇവരടുത്തൂടെ പോകുമ്പം ഇവർ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുക. എന്തോന്നറിയോ? ഇവർ നടക്കുന്നത് സാധാ വഴിയിൽ കൂടെ അല്ല. ഇവർ പോകുന്നത് ഇവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത, ഇവർക്ക് പോലും നനയ്ക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ആ വഴിയിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവം നടത്തുകയാണ്. ഇനി ഇവരെല്ലാം കൂടെ ചെന്ന് അക്കരയ്ക്ക് നിന്നു.
അക്കരെ നിന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഫറവോനും സൈന്യവും വരാൻ വേണ്ടി കാത്തിരിക്കുക. ഫറവോനും സൈന്യവും വരിക. ഫറവോനും സൈന്യം ഇങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജനത്തിന് പേടിയുണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? ഉണ്ട്. ജനത്തിന് പേടിയുണ്ട്. ഇവരെ കയറി വരുവോ, അറ്റാക്ക് ചെയ്യുവോ എന്നൊക്കെ പേടിയുണ്ട്. 23-ാമത്തെ വാക്യത്തിനകത്ത് മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നു. അടുത്ത വാക്യം പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. മതി. അപ്പോ ആരാ മേഘസ്തംഭത്തിനകത്ത് നിൽക്കുന്നേ? മനസ്സിലായവർക്കായി സ്തോത്രം. അതിന്റെ തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ ആരായിരുന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി പുറകിലേക്ക് പോയി. ഇപ്പം അഗ്നിമേഘത്തിനകത്ത് ആരാ നിൽക്കുന്നേ? അയ്യോ, നിങ്ങൾ പറയാൻ പേടി എന്തുവാ? സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി നിൽക്കുക. മോശ എന്താ ഡിക്ലെയർ ചെയ്തേ? യഹോവ നിങ്ങൾക്ക് വേണ്ടി. ആരാ ഇപ്പൊ ഇറങ്ങി നിൽക്കുന്നേ? മനസ്സിലാവുന്നവർക്ക് സ്തോത്രം. ഈ ദൂതന്മാരെ കുറിച്ച് പറയുമ്പം പലർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ഇന്ത്യയുടെ പ്രസിഡന്റ് വരുമ്പോൾ ആദ്യമേ ആരാ വരുന്നേ? പറ. പോലീസ് വന്ന് ഇവിടെ എല്ലാം ചെക്ക് ചെയ്യും. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സഭയ്ക്കകത്ത് വരുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, ഞാൻ ആമേൻ പറയും. ആമേൻ പറയണം. ഇവിടെ വരുന്നു എന്ന് പറയുമ്പം ഫസ്റ്റ് പാസ്റ്റങ്ങളെ വിളിച്ചിട്ട് പറയും, ഒരു പോലീസ് ബറ്റാലിയൻ ഇവിടെ വരും. അവരാദ്യമേ ഇവിടെ വന്ന് ഫുൾ ചെക്ക് ചെയ്യും. അതിനുശേഷം പ്രൈം മിനിസ്റ്റർ വരും. അല്ലേ? ദൈവം എന്താ ഇവിടെയും ചെയ്തേ? ദൈവത്തിന്റെ ദൂതന്മാരെ ആദ്യമേ വിട്ടു. നീ ചെന്നിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്താൽ മതി, പക്ഷെ യുദ്ധം ചെയ്യാൻ ഞാൻ തന്നെ ഇറങ്ങി വരാം, സംസാരിക്കാൻ ഞാൻ തന്നെ ഇറങ്ങി വരാം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അച്ഛൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് സാധാ ദൂതനല്ല, നമുക്ക് വേണ്ടി സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന്. ഓ ജീസസ്. മേഘസ്തംഭത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു വാക്കും കർത്താവ് പറഞ്ഞില്ല. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? നോക്കി. വാക്യം നോക്കിയേ. പ്രഭാതയാമത്തിൽ മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രയീം സൈന്യത്തെ നോക്കിയ ഉടനെ രഥങ്ങളുടെ ചക്രങ്ങൾ തെറ്റാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ, ഇതിനകത്തിരിക്കുന്നവർ, ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ, ആരെങ്കിലുമൊക്കെ ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോളം. നിനക്ക് വേണ്ടി സ്വർഗം ഒരു നോട്ടം നോക്കിയാൽ പിശാചിന്റെ അടിത്തറയെ ഇളക്കും. I receive. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം തന്നെ നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? രഥങ്ങളുടെ ചക്രങ്ങൾ തെറ്റാൻ തുടങ്ങി. അടുത്ത വാക്യത്തിൽ ഓട്ടങ്ങൾ തെറ്റാൻ തുടങ്ങി. അടുത്ത വാക്യം ഇവര് തന്നെ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ട് പറയുക, നാം ഇസ്രായേലിനെ വിട്ട് പോകാം,
കാരണം അവരുടെ കൂടെ ഇപ്പോ ഇറങ്ങി നിൽക്കുന്നത് മോശയല്ല, അവരുടെ കൂടെ നിൽക്കുന്നത് ദൂതനല്ല, സാക്ഷാ അവരുടെ ദൈവമാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി നിൽക്കുന്നത് നീ മാത്രമല്ല. അച്ഛാ, നിങ്ങൾ മാത്രമല്ല കാണുന്നേ, ശത്രുവും കാണാൻ പോവുകയാണ്. ശത്രു കാണാൻ പോവുക. ചിലത് നിന്റെ കൂടെ ആരാണെന്ന്, ദൈവമാണെന്ന് തെളിയിക്കാൻ പോവുകയാണെന്ന്. ഞാൻ അതിനെ സ്വീകരിക്കുക. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ആരാണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നീ ആരാണെന്ന് സ്വർഗ്ഗം തെളിയിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിനക്ക് വിരുദ്ധമായി ഓടുന്ന ചില രഥങ്ങളുടെ ചക്രങ്ങളെ ഇന്ന് രാത്രി സ്വർഗ്ഗം തെറ്റിക്കുകയാണ്. അടുത്ത കാര്യം നടക്കുന്നത് എന്താണെന്നറിയോ? അടുത്ത കാര്യം സ്റ്റാർട്ട് ചെയ്തവനെ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യിപ്പിക്കുക. ഇതാ എൻ്റെ ദൈവത്തിൻ്റെ പരിപാടി. ഹലോ, നമ്മളൊക്കെ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവരുണ്ടോ? സ്റ്റാർട്ടിങ് ചെയ്യുന്നവനെ കൊണ്ട് തന്നെ ഫിനിഷിങ് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ ദൈവം ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തവനെ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യിപ്പിക്കും. അപ്പോ മോശയോട് ദൈവം പറയുകയാണ്, തിരിച്ച് കൈ നീട്ടടാ. ഇന്ന് പകല്, ഇന്ന് രാത്രി നിന്നെ കൊണ്ട് തന്നെ അഭിഷേകനെ അത് സ്വീകരിക്കുക. ആരാ പറഞ്ഞ തീർന്നെന്ന്? ആരാ പറഞ്ഞ തീർക്കുമെന്ന്? ഇല്ലടാ പിശാചേ. മോശയോട് ദൈവം പറയുകയാണ്, ഇനി നീ കൈ തിരിച്ചു നീട്ടണം, നീ കൈ തിരിച്ചു നീട്ടണം. 28-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് വെള്ളം സ്ക്രീനിൽ കാണിക്കണേ. വെള്ളം മടങ്ങി വന്നു, പിന്നാലെ കടലിലേക്ക് രഥങ്ങളും കുതിരകളും ഫറവോന്റെ സൈന്യവും എല്ലാം മുങ്ങി. ഹലോ, എല്ലാം ഏതാ? മുക്കിക്കളഞ്ഞു. അടുത്ത വാക്ക് കൃപയുള്ളവർ ബഥേലിനകത്ത്. അടുത്ത വാക്ക് പറഹ, അവനിൽ ഒരുത്തൻ പോലും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ ഒരുത്തൻ പോലും, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ ഒരുത്തൻ പോലും. ദൈവം ഒരു വഴി തുറന്ന ഒരു മനുഷ്യനും ഒരാൾക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഒരു അഭിഷേകൻ ഇങ്ങനെ പറഞ്ഞു, അതെന്നെ ഭയങ്കരമായി തൊട്ടു. നിന്റെ ഓപ്പർച്യൂണിറ്റികളെ അടയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകത്തെ അടയ്ക്കാൻ പറ്റത്തില്ല. നിനക്ക് കിട്ടേണ്ട പൊസിഷനുകൾ, നിനക്ക് കിട്ടേണ്ട ശുശ്രൂഷയുടെ വേദികൾ ഒരു പക്ഷേ വാക്കിനൊക്കെ തടയ്ക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ നിന്നെ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ആരും അടയ്ക്കാൻ പറ്റത്തില്ല. Rafa Secretary. ഒരുത്തം പോലും തുറന്നു പറ, ഒരുത്തം പോലും ശേഷിച്ചില്ല.
അയ്യോ, ഇത്രയും വരെയുള്ളോ? ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ വായിച്ചപ്പോഴേ സകല രഥങ്ങളും സകല തേരാളികളും ആറ് കൂടെ ഉണ്ട്. ഇപ്പം ഫറവോന്റെ കൂടെ ഉണ്ട്. ഇപ്പം പട്ടാളമില്ലാത്ത ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് കാണത്തക്കവണേ ചെയ്യത്തുള്ളൂ. ഞാനത് വിശ്വസിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ശത്രുക്കൾ പോലും ചിലത് കണ്ടിട്ടേ അവസാനിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവം ചിലത് ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് മിരിയാം ഒരു പാട്ട് പാടും. 15-ാമത്തെ അധ്യായത്തിനകത്ത് ആ വാക്യം ഇങ്ങനെയാ. 8-ാമത്തെ വാക്യം എൻ്റെ കൂടെ വായിക്കുന്നവർ സ്ക്രീനിൽ പെട്ടെന്ന്. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രഭാവങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. വിൻഡിന്റെ അടുത്ത അർത്ഥം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? രാവിലെ ഞാൻ എന്താ പറഞ്ഞേ? കാറ്റിന്റെ വേറൊരു അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു, ദൈവത്തിന്റെ ശ്വാസം. ഇവിടെ എന്തോ വാക്യം കിടക്കുന്നേ? മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി. അടുത്ത വാക്യം, പ്രഭാവങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ആരാ പറഞ്ഞേ? മിസ്രൈം പറഞ്ഞു. പക്ഷേ ഇപ്പൊ ആർക്കാ ജയം? ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും. പക്ഷേ സ്വർഗം പറയുക, പിശാചേ, നിനക്കല്ല ജയം, എൻ്റെ മക്കൾക്കാ. എൻ്റെ മക്കളാ, നിനക്ക് തൊടാൻ പറ്റത്തില്ലെന്ന്. ഇതിവിടെ പറഞ്ഞിട്ട് എന്നെ തൊട്ട 2 വാക്യങ്ങളുണ്ട്. അതൊന്ന് ഞാൻ വായിക്കാം. നെഹമ്യ സ്ക്രീനിൽ ഇടാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇടണം. നെഹമ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിനകത്ത്, നീ കടലിലെ അവരെ മുമ്പിൽ വിവഹിച്ചു, അവർ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ കടന്നു, അവരെ പിന്തുടരുന്നവരെ നീ പെരുവെള്ളത്തിൽ, അടുത്ത വാക്ക്, ഒരു കല്ലുപോലെ എറിഞ്ഞു കളഞ്ഞു. നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടോ? ഇതേ ലാഘവത്തോടെ പ്രവാചകൻ പറയാണ്, അവരെ കല്ലുപോലെ എറിഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് പറയുക, നിനക്ക് വിരുദ്ധമായി നിൽക്കുന്ന ചിലതിനെ കല്ലുപോലെ സ്വർഗം എടുത്തെറിയും. നിനക്ക് വേറൊരു കാര്യം, മിസ്രൈമിയർക്ക് ഇതൊരു വലിയ സംഭവമാണ്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കല്ല് പോലെയോളം. അടുത്തൊരു വാക്യം കൂടെ ഉണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഈ വാക്ക് ഈ സഭ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോളാം. അടുത്ത വാക്ക്, യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി. എന്തിനെ വെട്ടി? രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? ഒന്ന് ശ്രദ്ധിക്കട്ടെ. രഹബ് എന്ന് പറയുന്നത് അന്ധകാരത്തിന്റെ പ്രഭുവാണ്. ആമേൻ. അടുത്ത വാക്ക് മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ കർത്താവിൻ്റെ മോട് ചോദിച്ചു, കർത്താവേ, എന്താ ഇതിന്റെ അർത്ഥം? എന്താ? അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഫറവോനിയ ശക്തിക്ക് ഫറവോന് 3 സ്പിരിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ഡാർക്ക്നെസ് സ്പിരിറ്റ്, ഒന്ന് അടിച്ചമർത്തലിന്റെ സ്പിരിറ്റ്, അടിമത്തം,
അടിമത്തം. മൂന്നാമത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒളിഞ്ഞിരിക്കും, കൊത്തും, വരും, പോകും. ഹലോ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആമേൻ. പക്ഷേ സ്വർഗം പറയുക, ഇസ്രായേൽ മക്കൾക്ക് ജയം കൊടുത്തപ്പോൾ നിങ്ങളറിയാത്ത അദൃശ്യമണ്ഡലത്തിനകത്ത്, ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഈ ആരാധിച്ചപ്പോഴുണ്ടല്ലോ, അദൃശ്യമണ്ഡലത്തിൽ ചിലതിനൊക്കെ വെട്ടുവീണെന്ന്. ഞാൻ വീണ്ടും ബദലിനോട് ആവശ്യപ്പെടുക, ഈ ഉപവാസ പ്രാർത്ഥന സാധാ ഒരു പ്രാർത്ഥനയായിട്ട് കാണരുത്. ഇത് പൈശാചിക മണ്ഡലങ്ങളെ വെട്ടുവീഴുന്നതാണ്. രഹബിനെ വെട്ടി. അടുത്ത വാക്ക്, മഹാസർപ്പത്തെ ജസ്റ്റ് കുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഫറവോനെ ചുമ്മാ കുത്തിക്കളഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഇച്ചിരി കൂടെ സിംപ്ലസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞാൽ. കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, നമ്മുടെ നാട്ടിലൊക്കെ, ഞാൻ കേരളത്തിൽ വളർന്ന ഒരാളാണ്, നിങ്ങളും വളർന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാട്ടിലൊക്കെ അട്ടയുണ്ട്. അട്ട ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഈ അട്ട വരുമ്പോൾ എന്തോ ഈർക്കിലും കൊണ്ട് എന്തോ ചെയ്യും? പറ. ഇങ്ങനെ എടുത്ത് ഒറ്റ ഏറിയും. എങ്ങനെ കളയുന്നറിയോ? കുത്തിക്കളയും. ഇതേ ലാഘവത്തോടാ ഫറവോനെയും സൈന്യത്തെയും ദൈവം വെള്ളത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി. അച്ഛാ, അതിന് ആമേ പറഞ്ഞോ? ആ ദൂതിന് ആമേ പറഞ്ഞോ? യെസ്. ഇന്ന് രാത്രി ചിലത് കുത്ത് പൊക്കിക്കളയുന്നു. ഇസ്രായേൽ മക്കളെ പറയുന്ന വാക്യം, അതിൻ്റെ 10ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് എന്നോട് ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞ ഒരു ദൂത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടി ഒരുക്കിയ വഴിയിൽ തന്നെ ശത്രുവിനെയും അവൻ്റെ സൈന്യത്തെയും കർത്താവ് തകർത്ത് കളയും. വേറെ വഴി ദൈവത്തിന് ഒരുക്കണ്ട. നീ അക്കരെ ചെന്നിട്ട്, നീ അപ്പുറത്ത് ക്രോസ് ഓവർ ചെയ്തിട്ട് ശത്രുവിനെ നോക്കുമ്പോ അതേ വഴിക്കകത്ത് ദൈവം നിനക്ക് ഒരുക്കിയ വഴിക്കകത്തൂടെ പിശാചി കയറാൻ ശ്രമിച്ച പിശാചിന്റെ അധോഗതിയാണ്. ആമേൻ പറയുന്നവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വഴിക്കകത്ത് വേറൊരാൾ കയറി ഇരുന്നാൽ ആ വ്യക്തിയുടെ അധോഗതിയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. അത് ആത്മീയത്തിലായിക്കോട്ടെ, ഭൗതികത്തിലായിക്കോട്ടെ. നമ്മള് ദേവദാസൻ എന്നോട് ചോദിച്ചു ഏത് പാട്ട് പാടണമെന്ന്. പക്ഷെ ഈ വാക്യവുമായിട്ട് ഭയങ്കര കണക്റ്റഡ് അല്ലേ ആ വാക്യം? സാത്താനെയും അവന്റെ സകല സൈന്യത്തെയും. ഇതാ പരിശുദ്ധാത്മാവിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ? നിനക്ക് വിരുദ്ധമായി അടിച്ചുകൊണ്ടിരിക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ട്രഷർ തുറന്ന്, ദൈവത്തിന്റെ സ്റ്റോർ ഹൗസ് തുറന്ന് കാറ്റടിപ്പിച്ച് നീ അതുവഴിക്കൂടെ നടക്കും. നാളെയല്ല, ഇന്ന് രാത്രി. സിമ്പിളായിട്ട് ഇസ്രായേൽ മക്കള് ക്രോസ് ചെയ്തു. പുറകെ വന്നവനും വിചാരിച്ച് സിമ്പിളായിട്ട് കയറി പോകാന്ന്.
ദൈവം ഒരുക്കുന്ന വഴിക്കകത്തൂടെ പിശാച് നിനക്ക് പ്രവേശനം ഇല്ല. വാ തുറന്ന് ഇതിനകത്തിരിക്കുന്നവർ പറ, എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ സഭയ്ക്കും വേണ്ടി ഒരുക്കിയ സ്പിരിച്വൽ ആൻഡ് ഭൗതിക നന്മകളുടെ വഴിയിൽ പിശാച് നിനക്ക് കയറാൻ അനുവാദമില്ല. കയറിയ നിന്റെ അധോഗതിയ. ഇങ്ങനെ പോയാൽ എൻ്റെ ഇനി 2-3 സെക്ഷനും കൂടെ ഉള്ളൂ. ഈ 3 സെക്ഷനകത്ത് തീരത്തില്ല. പക്ഷേ ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. 5 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എന്തോ അടിച്ചു, വഴി തുറന്നു, കാറ്റടിച്ചു. ഇനി സംസാരിക്കുന്ന കാറ്റ്. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. വേഗത്തിൽ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചതെന്തെന്നാൽ, ചുഴലിക്കാറ്റിനകത്ത് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ മതി. ചുഴലിക്കാറ്റ് എന്തുവാ സംഭവം? ബദലിനോടാ ചോദിക്കുന്നേ. ചുഴലിക്കാറ്റ് എന്താ സംഭവം? ഈ ചുഴലിക്കാറ്റ് വന്നാൽ പിന്നെ ആ ദേശം ഇല്ല. അവിടെ നിൽക്കുന്നവന്റെ കാര്യം അധോഗതിയാ. പക്ഷേ ദൈവം ഇയ്യോബിനോട് സംസാരിക്കാൻ ഉപയോഗിച്ച മാർഗം ഏതാണെന്നറിയോ? എല്ലാവരും പറയുന്ന പ്രതിസന്ധിയുടെ കാറ്റിനെ ഇയ്യോബിന് ആൻസർ ആക്കി കൊടുക്കുക. എല്ലാവരും പറയും ചുഴലിക്കാറ്റ് പ്രതിസന്ധിയാ, പക്ഷെ ഇയ്യോബ് പറയും എന്റെ ഉത്തരവാ. വാ തുറന്ന് പറയാൻ പറ്റുന്നവര് പറ, ഇന്ന് എന്റെ ജീവിതത്തിൽ ആ തടിക്കുന്ന ചില ചുഴലിക്കാറ്റുണ്ടല്ലോ, അതെനിക്ക് ഉത്തരവാണെന്ന്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവേ ചുഴലിക്കാറ്റിനകത്ത് ഇയ്യോബിനോട് സംസാരിച്ചേ? ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കാ, മോനെ, ഒരു മനുഷ്യനും ഇവന്റെ ആൻസർ തടയരുത്. ഒരു സാത്താന്യ ശക്തിയും അദൃശ്യമണ്ഡലത്തിലോ ദൃശ്യമണ്ഡലത്തിലോ തടയാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഞാൻ കാറ്റിനെ ഉപയോഗിച്ചു. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി പ്രാർത്ഥനയെ തടഞ്ഞു വെച്ച ഒരു മേഖലയുണ്ട്, ഇല്ലേ? ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ആര് ഇന്നത്തെ കാലത്തുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ഇരുന്നതിന്റെ അന്ന് തന്നെ റിസൾട്ട് വന്നു. പക്ഷെ തടഞ്ഞു വെച്ചു പാർശ്വപ്രഭു. പക്ഷേ ഇയ്യോബിന്റെ ലൈഫിൽ വന്നപ്പോൾ തടഞ്ഞു വെക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അവനെ വിളിച്ചത് ഞാനാ. ലോകം മൊത്തം ഒറ്റപ്പെടുത്തിയാലും നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ചില ഒറ്റപ്പെടലിനകത്ത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഒറ്റപ്പെടലുകൾ നിനക്കുണ്ടോ? നിന്നെ ഒറ്റയ്ക്ക് ദൈവം നിർത്തിയിട്ടുണ്ടോ? എന്നാ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് നിന്നോട് എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. എല്ലാരും പറയും ഒറ്റപ്പെടല് ഭയങ്കര പ്രതിസന്ധിയാ. അല്ല സഹോദര, അല്ല സഹോദരി, അല്ല ദൈവദാസനെ. എന്നെ കേൾക്കുന്ന ഓൺലൈനിലൊക്കെ ആരെങ്കിലും ഇരിപ്പോട്ടെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഏതെങ്കിലും അഭിഷക്തന്മാരുണ്ടോ? ഇന്ന് രാത്രി ദൂത് കൈമാറാം. നിന്റെ ഒറ്റപ്പെടലിനകത്ത് നീ അറിയാത്ത ഒരു ദൈവ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ഒരു ശത്രുവിനും തടയാൻ പറ്റിയില്ല. ഒരു ശത്രുവിനും തടയാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെ. ഒരു പിശാചിനും തടയാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ചുഴലിക്കാറ്റയച്ച് നിങ്ങൾക്ക് വേണ്ടി ഉത്തരത്തെ തരാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്? എല്ലാ കണ്ണുകളും അടയട്ടെ. സംസാരിക്കുന്ന കാറ്റ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോവുക. നാളെ പകലും നാളെ രാത്രിയിലും നാളെ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സെക്ഷനിലേക്ക് ഈ ഓൺലൈനകത്ത് ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തണം.
അസാധാരണമായ ഒരു ദൈവീയ പ്രവർത്തികൾ ഈ പട്ടണത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. അതിനകത്ത് നിങ്ങളെ ഞങ്ങൾ ഇൻവിറ്റേഷൻ ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ഈ ചർച്ചിലുള്ളവർ മിസ് ചെയ്യരുത്. സ്തോത്രം. ഈ കാറ്റ് ചിലരുടെ മേലിൽ വീശാൻ പോവുക. ഈ കാറ്റ് ചിലർക്ക് ഉത്തരമായി മാറാൻ പോവുക, ചിലർക്ക് വഴിയായി മാറാൻ പോവുക. നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് ഇന്ന് പകൽ സ്വർഗം മറുപടി തരാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? സംസാരിക്കുന്ന കാറ്റ് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേഘസ്തംഭത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവം നോക്കുകയാ. നോക്കിയപ്പോ ശത്രു സൈന്യത്തിൻ്റെ അടിത്തറകളെ ഇളക്കി, കുലുക്കം തട്ടി. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുന്നു. ഇത് 3-ാമത്തെ രാത്രിയാണ്. ഈ 3-ാമത്തെ രാത്രിയിൽ ശത്രുവിൻ്റെ അടിത്തറയെ ബേഥേലിനകത്ത് ഇളക്കിയിട്ടുണ്ട്. വിട്ടുകൊടുത്ത് അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പട്ടണത്തിലിരുന്നോ, ഏത് രാജ്യത്തിരുന്നോ, ഏത് ടൈം സോണുകൾക്കകത്തിരുന്നോ, നിങ്ങൾ ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ 653 പേരുടെ മേലും അത് അതുപോലെ പതിയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ദേവദാസന്മാർക്ക് മൈക്ക് കൈമാറുക. എല്ലാ കണ്ണുകളും അടയണം. ഇന്ന് രാത്രി കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ഒന്ന് എന്നോട് ഞാൻ ഉറപ്പിച്ച് വീണ്ടും പറയുന്നു, ചുമ്മാതെ കൈ പോക്കരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ദൈവരാജ്യമാണ്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കൈ പൊക്കുമ്പം സ്വർഗം അതിനെ ഒപ്പുവെക്കുക. ഹലോ, സ്വർഗം അതിനെ ഒപ്പുവെക്കുക. 3-ാം തീയതി പാസ്റ്റർ ഡെൻസൺ വന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ നീ ബദലിൽ വെച്ച് കൈ പൊക്കിയില്ലേ, അവിടെ ചെല്ലുമ്പം കർത്താവ് ചോദിക്കും. ആ പേടി ഉണ്ടെങ്കിൽ, കർത്താവ് സംസാരിച്ചു എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരാൾ പോലും കണ്ണു തുറക്കല്ലേ. അങ്ങനെയുള്ളവർ മാത്രം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വീണ്ടും ഞാൻ പറയുന്നു, ഒരാൾ പോലും കൈ പൊക്കരുത്. എനിക്ക് നമ്പർ വേണ്ട. പക്ഷെ വഴി തുറക്കുന്നൊരു കാറ്റുണ്ട്. ഈ നിൽക്കുന്ന ഇത്രയും പേർക്ക് വേണ്ടി കർത്താവിൻ്റെ കാറ്റടിക്കും. ഓൺലൈനിൽ അത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ആമേൻ പറയട്ടെ. ഈ സമയത്ത് തന്നെ ഞാൻ ഈ മീഡിയ ടീമിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കണം. കാരണം ഈ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ദൂതുമായി കണക്ട് ചെയ്ത് ഏതെങ്കിലും ഫാമിലികൾ നിങ്ങളുമായി മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ആ മെസ്സേജ് ഇവിടെ കൈമാറണം. ഇന്ന് പകലിൽ ഒരു വഴിത്തിരിവിൻ്റെ രാത്രിയായി മാറട്ടെ. ആത്മാമണ്ഡലങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. സ്പിരിച്വൽ ജേർണിക്കായി ചിലതിൻ്റെ മുമ്പിൽ ഇത് ഭൗതിക നന്മകളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറഞ്ഞേ. ആരാധനയ്ക്ക് വിടാതെ വേണ്ടമാണ് മിസ്രൈം സൈന്യത്തെ തടഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലത്തിന് വിരുദ്ധമായി ചലിക്കുന്ന എല്ലാ ഫറവോന്യ ശക്തികളും ഇന്ന് ഈ രാത്രിയിൽ ബേഥേലിനകത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേളിൽ അത് ഇന്ന് പകലിൽ അത് താഴെ പൊട്ടിമാറട്ടെ. ഇത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കാണുന്ന എൻ്റെ സഭയിലെ വിശ്വാസികളുണ്ട്. ഇന്ന് രാത്രി ഇന്ന് പകലിൽ നിങ്ങൾ അതിനെ ആമേ പറഞ്ഞ് സ്വീകരിക്കുക. ഇവിടെ ചലിക്കുന്ന ദൈവ സാന്നിധ്യം അവിടെയും ചലിക്കും. വിട്ടോട് അങ്ങ് ബാക്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി തൊടുന്നു.
നാളുകളായി പിശാച് അടച്ചു വെച്ചത്, നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞത്, നിന്റെ മുമ്പിൽ വാതിലില്ലെന്ന് പറഞ്ഞത്, പന്ന പിശാച് യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. പാസ്റ്റങ്ങളെ, എന്നോട് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറയാൻ പറയുന്നു. എനിക്കറിയില്ല, ശുശ്രൂഷയ്ക്കകത്ത് മടുത്തുപോയ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പല വാക്കുകൾക്കകത്ത്, പല വിമർശനങ്ങൾക്കകത്ത് തഴയപ്പെട്ടവരുണ്ട്. പക്ഷേ സ്വർഗം ഇന്ന് പറയുക, ഇവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാറ്റ് ബഥേലിൽ നിന്ന് വീശട്ടെ. തളർത്തുന്നതല്ല, വളർത്തുന്ന ഒരു കാറ്റ് ഇതിനകത്തുനിന്ന് വീശുന്നുണ്ട്. എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു ഞാൻ. ഇന്ന് രാത്രി ഇതിനകത്ത് അങ്ങനെയുള്ള ചിലത് ജീസസ്. നിയോഗം ഉണ്ടായിട്ടും ഒതുങ്ങിപ്പോയ ഒത്തിരി പേരുണ്ട്. നിയോഗം ഉണ്ടായിട്ടും കാൽച്ചുവട് വെക്കാൻ പറ്റാത്ത വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചു. പക്ഷേ ഫറവോനും സൈന്യവും പുറകെ വന്ന് ആരവം മുറക്കിയപ്പോൾ ആരുടെയൊക്കെയോ വാക്കിൻ്റെ പുറത്ത് അതേപോലെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ചിലത് ഈ ഓൺലൈനകത്തോ എവിടെയോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചു കയറി വാ, നിന്നെ കാത്ത് ദൈവം ഇരിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. അടഞ്ഞത് തുറക്കപ്പെടട്ടെ. ആത്മീയത്തിൽ അടച്ചത്, പ്രാർത്ഥിക്കാൻ കഴിയാതെ അടച്ചത്, വചനം ധ്യാനിക്കാൻ കഴിയാതെ അടച്ചത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് പൊട്ടി മാറിയും പോകേണ്ടതിന് പ്രവചനങ്ങളെ തടഞ്ഞത്, ആത്മമണ്ഡലങ്ങളെ തടഞ്ഞത്, ആത്മ നിറവിനെ തടഞ്ഞത്, ഏതൊക്കെയോ മേഖലകളെ വാക്കുകൾ കൊണ്ട് പറഞ്ഞത്, ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിനെ വെട്ടുകയാണ്. കർത്താവേ, അത് ചെയ്തതിന് നന്ദി. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ ഞങ്ങളെ പുതിയ നിയമ ഇസ്രായേലെ ഞങ്ങളെ നടത്താൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. നിനക്ക് കാറ്റിനകത്ത് യോബിനോട് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന രാജേഷിനോട്, ഇതിനകത്തിരിക്കുന്ന ആന്റണിയോട്, ഇതിനകത്തിരിക്കുന്ന ഡൻസനോട്, ഇതിനകത്തിരിക്കുന്ന സകലരോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ.